വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇനി പുതിയൊരു ടോപ്പിക്കാണ് 8 ഗിഫ്റ്റ് ദാറ്റ് ഡു നോട്ട് കോസ്റ്റ് എനിത്തിങ്. ഇത് ഈ 8 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എല്ലാത്തിനേക്കാളും മൂല്യമുള്ള കാര്യമാണ്. അതിന് മറികടക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഈ 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം സുഖമായി അങ്ങോട്ട് മുന്നോട്ട് പോകും. അതെന്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ആദ്യത്തത്, നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കുക. അതാരായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത് ബോസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ, നമ്മളുടെ പേരൻസ്, പിന്നെ ടീച്ചേഴ്സ്, ഈ സമൂഹത്തിൽ ആരായിട്ട് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു തന്നാൽ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അത് വളരെയധികം ഇഫക്റ്റ് നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. ഒരു ജോലി സ്ഥലത്ത് അവരെ ബോസ് അവരുടെ ജോലി ചെയ്തിട്ട് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണെങ്കിൽ, അവരുടെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുകയാണെങ്കിൽ, നന്നായി ചെയ്തു, അത് കിട്ടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം വളരെ അധികമാണ്. അതേപോലെ ഒരു കുട്ടി അവരുടെ മാർക്ക് കണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നല്ലൊരു പ്രവൃത്തി ചെയ്ത്, ചെറിയ കുഞ്ഞി പ്രവൃത്തി അമ്മയ്ക്കും അച്ഛന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ ചെയ്താൽ അവരപ്പോൾ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് അവർ ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെയാണ് എല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത്, കുട്ടികളോട് പാരൻസും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നവരെ നമ്മളൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്താൽ അത് അവർക്കതൊരു പ്രചോദനമാണ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ശക്തിയുള്ളൊരു കാര്യമാണ്, കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ആരെങ്കിലും എന്ത് നല്ല പ്രവൃത്തി ചെയ്താൽ അതിനൊന്നും കോംപ്ലിമെൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അവരുടെ സന്തോഷം, ആ അവസരം വിട്ട് കളയാൻ പാടില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഗിഫ്റ്റ് ഓഫ് ഫേവർ. അത് നമ്മൾ പലർക്കും പല ഫേവർ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ചില ആൾക്ക് പെട്ടെന്ന് ആ ഒരു ഫേവർ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് വളരെയധികം അവർക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ നാം അറിയുന്നതോ അറിയാത്തതോ ആയ വ്യക്തിക്ക് ഒരു ഫേവർ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ, അല്ലെങ്കിൽ പോകുമ്പോഴോ ഒരു കൈൻഡായിട്ട് എന്തെങ്കിലും സംതിങ് കൈൻഡ് ടു അതർ പീപ്പിൾ അത് ഫേവർ ചെയ്ത് കൊടുക്കുക. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടിയായിട്ടൊരമ്മ സീബ്ര ക്രോസിങ്ങിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണം, ഒറ്റ ആൾ നിർത്തി കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ലേഡി, ഭയങ്കര ബോൾഡായിട്ട് ലേഡി അവർ കൈ കാണിച്ച് വണ്ടി നിർത്തി അവർക്ക് പോകേണ്ട അപ്പുറത്തേക്ക്, എന്നാൽ അവർ ആ വണ്ടികളെ കൈ കാണിച്ച് നിർത്തി അമ്മയും കുഞ്ഞിനെയും അപ്പുറത്ത് കിടത്താൻ സഹായിച്ച്. അതൊക്കെ ഒരു ഫേവർ തന്നെയാണ്. അവരെ മനസ്സിലപ്പോൾ എന്തൊരു നന്മയുണ്ടാവും. അയ്യോ, ഞാൻ എത്ര നേരം നിന്ന് കുഞ്ഞായിട്ട് അപ്പുറത്ത് കിടത്താൻ ഒരാളും വണ്ടി നിർത്തുന്നത്, അതും സീബ്ര ലൈനിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്കും അതേപോലെ അങ്ങനെ അപ്പോൾ അതൊക്കെ വളരെയധികം നന്മയാണത്. അപ്പോൾ ആ ഫേവർ ചെയ്യാനുള്ള അവസരം നമ്മൾ മുടക്കാൻ പാടില്ല. അത് ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് സന്തോഷം കിട്ടും. ഇനി അതേപോലെ തന്നെ ലാഫ്റ്റർ, ചിരിക്കാൻ കിട്ടുന്ന അവസരം ആരും കളയണ്ട കേട്ടോ. ചിരിക്കുക തന്നെ, നന്നായിട്ട് ചിരിക്കുക. ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഇപ്പോൾ പറയുന്നത്. ചിരിക്കാനാണ് കിട്ടുന്നത്. നമ്മൾ മൂവി കൂടെ നല്ല മൂവി, ചിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മൂവീസ്, ഫണ്ണ്. ചിലവർ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് ഫണ്ണ് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഫണ്ണി ആയിട്ടുള്ള ആളുകളുടെ സംസാരം, അതുപോലെ ഫണ്ണി സ്റ്റോറീസ്, അതേപോലെ ജോക്സ്. ചിലവരുണ്ട് ഭയങ്കരമായിട്ട് ജോക്ക് പറയും, നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ജോക്സ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ചിരിച്ച് നമ്മൾ ചത്തുപോകും, അതേപോലത്തെ ജോക്സൊക്കെ പറയും. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിട്ട് കളയാൻ ആവോളം നമ്മളത് ആസ്വദിക്കുക. അത് നമ്മൾ ചിരിച്ച് സന്തോഷിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. വളരെയധികം എല്ലാവർക്കും ചിരിക്കാൻ അവസരം കിട്ടട്ടെ. ഇനി അത് റിട്ടേൺ റൂം. അതായത് നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, പലരും നമുക്കെന്ന്, പക്ഷേ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ അങ്ങനത്തെ നമുക്ക് കിട്ടിയ ഫേവറോ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നന്മ, അതൊരു ചെറിയ നോട്ടാക്കിയിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ വീണ്ടും നമുക്കൊരു പ്രചോദനമാണ് മറ്റുള്ളവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ, ഫേവർ ചെയ്യാനുള്ള. അപ്പോൾ അത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ നോട്ട് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കത് കണ്ടുപോയാലും നമ്മൾ മറക്കാതെ വീണ്ടും അത് ചെയ്യാനുള്ളൊരു മനസ്സിൻ്റെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകും. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ചിയർഫുൾ ഡിപ്പോസിഷൻ. അതായത് പലരും നമുക്ക് പലതും ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്നും പറയാറില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും താങ്ക് യു ടീച്ചർ എന്നൊക്കെ പറയും. അവർ പോകാൻ നേരത്തും സ്കൂൾ വിട്ട് പോകാൻ നേരത്ത് താങ്ക് യു ടീച്ചറൊക്കെ പറയും. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ താങ്ക് യു ഒക്കെ പറയുന്ന ഒരു ഇത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന സ്കൂളുകളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പം ഒരാളെ കണ്ടാൽ ഹലോ, അയാളുടെ പേര് പറയാം. അതേപോലെ തന്നെ കൈൻഡ് വേർഡ്സ്,
ഭയങ്കര ദേഷ്യപ്പെടാതെ കൈൻഡായിട്ടുള്ള വേർഡ്സൊക്കെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് സന്തോഷം, അവർക്ക് സന്തോഷം. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള നല്ല വേർഡ്സ്, ഗോൾഡൻ വേർഡ്സ് എന്നൊക്കെ പറയും കുഞ്ഞു കുട്ടികളോട്. അതേപോലത്തെ വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളും അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ വേർഡ്സൊക്കെ ഹലോ, താങ്ക് യു നല്ലതെല്ലാം ശ്രദ്ധിച്ചു പറയും. ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് ലിസണിങ്. നമ്മളെ തന്നെ ലിസൺ ചെയ്യുക. അതായത് ശ്രദ്ധാപൂർവം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക. ആരും ശല്യപ്പെടുത്താത്ത, കാണാത്ത, ഡേ ഡ്രീമിംഗ് വേണമെങ്കിൽ പറയാം, ഒരു സ്ഥലത്തിരുന്ന് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ എന്താണ്, എവിടെ എത്തി നിൽക്കുന്നത്, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഓൾറെഡി എന്തൊക്കെ ചെയ്ത്, ഇതൊക്കെ ഒരു ഏകാന്തതയിലിരുന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ വീണ്ടും നമുക്ക് ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വന്ന് നമ്മളത് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമുക്കിങ്ങനെ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ അതെന്താണ് കാര്യം എന്നല്ല, പക്ഷേ വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ്. ഇനി അഫെക്ഷൻ, ഇത് അതിനേലും പ്രധാനപ്പെട്ട കാര്യമാണ് അഫെക്ഷൻ. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള അഫെക്ഷൻ, അതേപോലെ ഫ്രണ്ട്സ് തമ്മിലുള്ള അഫെക്ഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള, പേരൻസ് തമ്മിലുള്ള അഫെക്ഷൻ, ഇവയെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ അഫെക്ഷൻ കീപ്പ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിക്ക് അമ്മയോടുള്ള അഫെക്ഷൻ ആ കുട്ടി പ്രകടിപ്പിക്കുക. അതേപോലെ അമ്മ കുട്ടിയോടുള്ള അഫെക്ഷൻ എങ്ങനെയാണ്, കിസ്സിൽ കൂടെയും ഹഗ്ഗിൽ കൂടെയും എടുത്തിട്ടും അങ്ങനെ കൊഞ്ചിച്ചൊക്കെ ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഹസ്ബൻഡ്, പാരൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയും അവർ. ഇപ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ വളരെ കൈൻഡായിട്ടോ നല്ല രീതിയിലൊക്കെ അവരെ പറയുമ്പോൾ നമുക്ക് അവർക്കും നല്ലൊരു സ്നേഹം തോന്നും. അതേപോലെ അവർക്ക് നമ്മളോടൊരു ഇൻറ്റിമസി, ഒരു അഫെക്ഷൻ തോന്നും നമുക്ക്. അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. അതായത് അഫെക്ഷൻ എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക. സ്നേഹത്തോടെ സ്നേഹബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മതി, എനിക്കിതൊക്കെ മതി എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊള്ളണം. അതാണ് ലാസ്റ്റത്തെ പോയിൻ്റ്. അതായത് എപ്പോഴും നമ്മൾ ഇത്ര വരെ എത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പോയിൻ്റിൽ കൂടെയാണ് നമ്മൾ വീണ്ടും, അത് സഹായം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിക്കോട്ടെ, പല രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് be sensitive to those times and give the gift of solitude to others. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ എന്തായാലും നമുക്ക് സന്തോഷവും ഒരടക്കവും ചിട്ടവും സന്തോഷവും മറ്റുള്ളവരാൽ നമ്മൾ അംഗീകരിക്കപ്പെടുകയും നമ്മളെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും നമ്മളോട് റെസ്പെക്റ്റ് കാണിക്കുകയും ഒക്കെ ചെയ്യും. അതായത് ഒരു സോഷ്യൽ ബീയിങ് ആകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ബന്ധങ്ങളും റിലേഷൻഷിപ്പും എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഒരടക്കും ചിട്ടയും പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കോംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ഉപകരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറെല്ലാം തരാം. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.